പരിശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം. ഉദ്ധാന ദിവസം നടന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈശോ തന്നെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ പറ്റിയാണ് നിങ്ങൾ നടന്നുകൊണ്ട് അന്യോന്യം വാദപ്രതിവാദം ചെയ്യുന്നത്? അവർ പ്രധാനവാദനരായി നിന്നു. അവരിൽ ക്ലയോപ്പാസ് എന്ന പേരുള്ളവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ അവരോട് ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ അവനോട് പറഞ്ഞു, നസ്രായനായ ഈശോയെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും ജനം മുഴുവന്റെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പ്രധാന പുരോഹിതന്മാരും ഭരണാധിപന്മാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ ക്രൂശിക്കുകയും ചെയ്തു. ഇവൻ ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവരെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനൊക്കെ പുറമെ ഇവയെല്ലാം സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു. എന്നാൽ അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഘോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം അധീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അനന്തരം മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും ലിഖിതങ്ങളിലെല്ലാം തന്നെ പറ്റി എഴുതിയിരുന്നവ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. എന്നാൽ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ വസിക്കുക. സായംകാലമായി, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടി വസിക്കുവാൻ അകത്ത് പ്രവേശിച്ചു. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവനാകട്ടെ അവരിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മോട് ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവർ ആ മണിക്കൂറിൽ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശെമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ചുണ്ടായവ എന്നും അപ്പം ഒരിക്കലിൽ അവർ അവനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്നും അവർ വിശദീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർക്കും യുവജനങ്ങൾക്കും ആവേശം നൽകുന്ന ഒരു ചരിത്രപരമായ സംഭവം കഴിഞ്ഞ ഞായറാഴ്ച റോമിൽ നടക്കുകയുണ്ടായി. നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതുപോലെ കാർലോസ് അക്വിറ്റസ് എന്ന് പറയുന്ന 15ാമത്തെ വയസ്സിൽ മരിച്ച ഒരു ടീനേജറിനെയും അതുപോലെ തന്നെ പിയർ ഫ്രസാദി എന്ന് പറയുന്ന 24 വയസ്സുകാരിൽ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനെയും വിശുദ്ധനായി അത്താഴമടക്കത്തിന് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അത്ര ചെറുപ്പത്തിൽ അവർ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് ലുക്കേമിയായും അല്ലെങ്കിൽ പോളിയായും പിടിച്ച് രോഗാതുരായി കഴിയുമ്പോൾ അവർ ചെയ്ത എത്രയോ സൂചനകൾ ഉണ്ടായിട്ടും ഇത്രയും ചെറുപ്പത്തിൽ ദൈവം അവരെ വിളിക്കുമ്പോൾ അവർക്കോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കോ മറ്റ് കുടുംബാംഗങ്ങൾക്കോ ഉണ്ടാകാവുന്ന വേദന ഇത് മാത്രമായിരിക്കും. ഒരു സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ. ഇന്നത്തെ തിരുനാളിന്റെ പ്രത്യേകതയും സന്ദേശവും അതാണ്. വിശുദ്ധ കുരിശിന്റെ പുകഴ്ച എന്ന് പറയും. ഒരു കാലത്ത് കുരിശ് വിശുദ്ധമല്ലായിരുന്നു, അശുദ്ധമായിരുന്നു. അത് അടിമ
ഈശോ മഹത്വത്തിന്റെ അടയാളമാക്കി മാറ്റിയതിനെ നമ്മൾ ആഘോഷമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അതിനുള്ള ഒരു പശ്ചാത്തലമാണ് സുവിശേഷം നാം കാണുക. കാരണം കർത്താവ് കുരിശിൽ മരിച്ചു, മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു. പക്ഷെ അത് പൂർണ്ണമായും വിശ്വാസമില്ലാതെ കർത്താവിന്റെ രണ്ട് ശിഷ്യന്മാരും ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പരസ്പരം അതേക്കുറിച്ച് പറഞ്ഞ് ചർച്ച ചെയ്ത് തർക്കിച്ച് നിരാശയോടെ പോകുമ്പോൾ, കാരണം അവൻ ജെറുസലേമിനെ ഭരിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും യഹൂദരെ മുഴുവനും രക്ഷിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നിരാശയാണ് ഫലം. അവനെ ദുഃഖിക്കൊന്നു എന്ന് പറഞ്ഞ് നിരാശയോടെ പോകുമ്പോൾ അവിടെ ഈശോ അജ്ഞാതനായി അവരുടെ ഇടയിൽ ഒരു സഹയാത്രികനായി ചേർന്നുകൊണ്ട് അവരോട് വചനം മുഴുവൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. മോശയിലും പ്രവാചകന്മാരിലും ലിഖിതങ്ങളിലും അതായത് സങ്കീർത്തനങ്ങളിലും ഒക്കെ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം ഈശോ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതുപോലെയെല്ലാം സഹനത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്നില്ലേ? നമ്മളൊക്കെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചില സഹയാത്രികര് സുപരിചിതരോ അപരിചിതരോ കുടുംബാംഗങ്ങളോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. അവരുടെ ചേർന്ന് നമ്മുടെ ബൈബിളിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ഹൃദയവും ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം പോലെ തന്നെ ജ്വലിക്കും. അതിനുശേഷം അവരെ ക്ഷണിച്ചു ഈ അപരിചിതനോട് തങ്ങളോടൊത്ത് വസിക്കുവാനായിട്ട് രാത്രിയായതുകൊണ്ട്. എന്നാൽ അക്കാലം കഴിക്കുമ്പോൾ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ഈശോ അവിടെ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയാണ്. അപ്പോഴാണ് അവർ ഈശോയെ തിരിച്ചറിയുക. അതിനുശേഷം അവർ ഉടനെ തന്നെ ആ നിരാശ വിട്ട പ്രത്യാശയോടെ ജെറുസലേമിലേക്ക് പോയി മറ്റു ശിഷ്യന്മാരോടുകൂടി ചേരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ നമ്മുടെ ജെറുസലേമിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, സഭയിൽ നിന്ന് അകലുകയല്ല, മറിച്ച് നമ്മുടെ കർത്താവിന്റെ വചനം മനസ്സിലാക്കുവാനും മറ്റുള്ളവരോടുകൂടി അല്ലെങ്കിൽ വിശ്വാസമുള്ളവരോടുകൂടി സഹയാത്രികരായി മാറുവാനും ആ വ്യാഖ്യാനം പഠനത്തിലൂടെ തന്നെ വിശുദ്ധ കുർബാനയിലേക്ക് വരുവാനും ആ വിശുദ്ധ കുർബാനയിൽ ഈശോയെ തിരിച്ചറിയുവാനും സാധിക്കണം. അതാണ് കാർലോസ് അക്വിറ്റസ് എന്ന് പറയുന്ന ഈ പയ്യനായിരുന്നവൻ 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ വളരെയേറെ കാര്യങ്ങൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാൻ സാധിച്ച ഒരു വിശുദ്ധനായ ഒരു പയ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ആ വചനത്തിലും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പണത്തിലും കർത്താവില് സന്തോഷം കണ്ടെത്തുവാൻ, നമ്മുടെ നിരാശകളില് പ്രത്യാശ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ ഒരു ചരിത്രമുണ്ട്. അതായത് മഹാനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അദ്ദേഹം ചക്രവർത്തി ആകുന്നതിന് മുൻപ് മിൽവിയൻ ബ്രിഡ്ജിൽ വെച്ച് തന്റെ ശത്രുവായിട്ടുള്ള അല്ലെങ്കിൽ എതിരാളിയായിട്ടുള്ള മക്സേലിയൂസ് എന്ന് പറയുന്ന ആ പട്ടാളക്കാരനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അതിൽ ആര് ജയിക്കുന്നോ അവൻ ചക്രവർത്തിയാകും റോമിന്റെ. അപ്പോഴാണ് ഈ കോൺസ്റ്റന്റൈന്, അദ്ദേഹം വന്ന് ക്രിസ്ത്യാനിയല്ല, ആകാശം ഒരു ദർശനം ഉണ്ടാകുന്നു. അവിടെ പ്രകാശമുള്ള ഒരു കുരിശടയാളം കാണുന്നു. ഈ അടയാളത്തിൽ നീ വിജയിക്കും എന്നുള്ളതായ ദർശനമാണ് അവൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവന്റെ പട്ടാളക്കാരുടെ എല്ലാം പടച്ചട്ടകളിൽ കുരിശടയാളം വരച്ചു. അങ്ങനെ അവർ യുദ്ധം ചെയ്തപ്പോൾ ആ യുദ്ധത്തിൽ ജയിച്ചു. അതോടുകൂടി ക്രിസ്ത്യാനികൾക്ക്, അന്ന് വരെ ക്രിസ്ത്യാനികൾ ക്രിസ്തുമത റോമൻ സാമ്രാജ്യത്തില് നിഷേധിക്കപ്പെടുകയും അവരെ എല്ലാം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിന് പകരം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പ്രോത്സാഹനം വഴിയായിട്ട് അവന്റെ അമ്മയ്ക്ക് ഹെലന രാജ്ഞിക്കും മാനസാന്തരം ഉണ്ടായി. അവള് ക്രിസ്ത്യാനിയായി തീർന്നു. അവളുടെ നേതൃത്വത്തില് പിന്നീട് അവള് വിശുദ്ധ കുരിശും വിശുദ്ധ സ്ഥലങ്ങളും ഒക്കെ ദർശനം നടത്തി അവിടെ എല്ലാം വീണ്ടെടുക്കുവാനുള്ളതായ ശ്രമം നടത്തുകയാണ്. 312 ഈ യുദ്ധം നടക്കുക. അദ്ദേഹം മാനസാന്തരപ്പെടുന്നത് 313 വർഷത്തില് എഡിക്റ്റോ മിലാനിലൂടെയാണ് ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. 326 ആയപ്പോഴേക്കും ഹെലേന രാജ്ഞി വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നു. അവിടെ ഗോൽഗോഥായിലുണ്ടായ എക്സ്കവേഷൻ നടത്തിയപ്പോൾ 3 കുരിശുകൾ കണ്ടെത്തുകയും അതിൽ ഒരു കുരിശ് അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈശോയുടെ കുരിശ് അവിടെ കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയ ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 2 ബസിലിക്കകൾ പണിയുകയാണ്. ഒന്ന് കാൽവരിയിലും മറ്റൊന്ന് കർത്താവിനെ കബറടം നടത്തിയ ആ സെപ്പുൾക്കറിലും. അങ്ങനെ അതിനുശേഷം അവിടെ അന്ന് മുതൽ, അതായത് സെപ്റ്റംബർ 13, 14 തീയതികളിലാണ് അത് സമർപ്പിച്ചത്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 14 എല്ലാ വർഷവും വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ ദിനമായിട്ട് ആഘോഷിക്കുക 335 ആണ്ട് മുതൽ. അതിനുശേഷം ആളുകൾ കുരിശിന് മഹത്വത്തിന്റെ പ്രതീകമായിട്ട് ആഘോഷിക്കുകയും അത് ലോകം മുഴുവനും വളരെ വേഗം പ്രചരിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാല് ആ വിശുദ്ധമായ കുരിശ് പേർഷ്യക്കാര് 614 അവിടെ യെരുശലേമിൽ നിന്ന് അടിച്ചു മാറ്റി. പിന്നീട് വന്ന ഹെർക്കോലിയസ് എന്ന് പറയുന്ന ചക്രവർത്തി
628 ആണ്ടില് അത് വീണ്ടെടുത്ത് ജെറുസലേമിൽ തന്നെ പുനഃസ്ഥാപിച്ചു. അങ്ങനെ വിശുദ്ധ കുരിശിനെ മഹത്വം വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ കുരിശ് എന്ന് പറയുന്നത് വലിയ ക്രൂരമായ സഹനത്തിന്റെ പ്രതീകമായിരുന്നെങ്കിൽ അത് ഈശോ ആശ്ലേഷിക്കുകയാണ്. കാരണം ഈ ലോകത്തിലെ സഹനത്തെ എങ്ങനെ നമ്മൾ അതിജീവിക്കണം, എങ്ങനെ നമ്മൾ സ്വീകരിക്കണം, അത് എന്തിനു വേണ്ടി? തന്റെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങള്, രോഗങ്ങള്, അപകടങ്ങള്, ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണകള്, ക്രൂശിത അതേ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴും നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. കാരണം ഈ കാർലോസ് അക്വീനാസിന്റെയും അല്ലെങ്കിൽ പിയർ ഫൊറാസത്തിയുടെയും ഒക്കെ അനുഭവത്തില് അവരുടെ മാതാപിതാക്കള് ഇന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങള് അല്ലെങ്കിൽ അവരുടെ മറ്റാളുകളെല്ലാവരും സന്തോഷിക്കുകയാണ്. കാരണം അവര് ആ സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ വലിയൊരു വിജയത്തിലേക്ക് അത് ഞാൻ എത്തിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടു കൂടി നമ്മുടെ പ്രതിസന്ധികൾ അതിജീവിക്കുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ വരുവാനിരിക്കുന്ന ലോകത്തിന്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ക്രൈസ്തവര് പഴയ അപമാനത്തിന്റെ അടയാളമായ കുരിശ് ഇന്ന് എല്ലായിടത്തും പ്രത്യാശയുടെ അടയാളമായി മാറ്റുന്നത്. അത് സഹനത്തിന്റെ പ്രതീകമാണ്, അത് കരുണയുടെ പ്രതീകമാണ്, അത് വിജയത്തിന്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും പ്രതീകമായി മാറുന്നു. അതുകൊണ്ട് സഹനത്തിലൂടെയാണ് നമുക്ക് കിരീടം നേടുക എന്നുള്ളതായ ആ പ്രത്യാശയാണ് നമുക്ക് നൽകുക. ജീവന്റെ വൃക്ഷമായിട്ട് ആ കുരിശിനെ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ഈ കുരിശിന്റെ 4 അറ്റത്തും പുഷ്പിച്ചു നിൽക്കുന്നതായി കാണുക. അതായത് ഒരു പുനർജന്മം നമുക്ക് ഉണ്ടാകുന്നു ഈ സഹനത്തിൽ നിന്ന്. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുക. ആ പ്രത്യാശയോടുകൂടി നമുക്ക് നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കാം. കർത്താവിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ഈ വിശുദ്ധരായ 2 പേരുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ നമ്മുടെ കുടുംബാംഗങ്ങളാകട്ടെ, നമ്മുടെ അയൽക്കാരാകട്ടെ, നമ്മളുടെ ശുശ്രൂഷ ചെയ്യുന്ന ജോലി സ്ഥലത്തെ ആളുകളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സേവനം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ സഹനത്തിലൂടെ വിജയത്തിലേക്ക് കണ്ടെത്തുവാനായിട്ട്